असुरराजन महाबली जलंधरन विजयिकटे असुरराजन महाबली जलंधरन विजयिकटे പ്രിയ അസുരന്മാരെ, ദൈത്യഗുരു ശുക്രാചാര്യർ നമുക്കും നമ്മുടെ അസുരവംശത്തിനും ഒരു പുതിയ ജീവൻ പ്രദാനം ചെയ്തു. അദ്ദേഹം മൂലം നമുക്ക് പലതും ലഭിച്ചിട്ടുണ്ട്. ഭഗവാൻ ശിവനെ ആരാധിച്ച് അദ്ദേഹം വരദാന രൂപത്തിൽ അനേകം സിദ്ധികൾ നേടിയിട്ടുണ്ട്. അവയുടെ ബലത്താൽ അസുരവംശം അധികം ശക്തിശാലികളായിരിക്കുന്നു. ദൈത്യഗുരു ശുക്രാചാര്യൻ വിജയിക്കട്ടെ! ദൈത്യഗുരു ശുക്രാചാര്യൻ വിജയിക്കട്ടെ! അസുരന്മാരെ, ഇത് നമ്മുടെ പരമ സൗഭാഗ്യമാണ്. നമുക്ക് ദൈത്യരാജൻ ജലന്ധരൻ എന്ന യോഗ്യനും ബലശാലിയും അതിപരാക്രമിയായ സമ്രാട്ടിന് നേതാവായി ലഭിച്ചിരിക്കുന്നു. അസുരവംശത്തിന്റെ ഉദ്ധാരണത്തിന് ദൈത്യരാജൻ ജലന്ധരൻ നൽകിയിരിക്കുന്ന സംഭാവനകൾ പ്രശംസനീയമാണ്. ഈ സർവപ്രിയനായ സമ്രാട്ടിനെ കുറിച്ച് നിങ്ങളോട് നമുക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. തീർച്ചയായും ഗുരുവര. ഉടൻ തന്നെ പറഞ്ഞാലും ഗുരുവരോ. ഞങ്ങളത് കേൾക്കാൻ ഉത്സുകരാണ്. കേട്ടുകൊള്ളുക. ദൈത്യരാജൻ ജലന്ധരന്റെ വിവാഹ വാർത്ത നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. മഹാബലി ദൈത്യരാജൻ ജലന്ധരൻ ജയിക്കട്ടെ! ദൈത്യഗുരു ശുക്രാചാര്യൻ ജയിക്കട്ടെ! മറ്റൊന്നുകൂടി അറിഞ്ഞാൽ നിങ്ങൾ ഇനിയും സന്തോഷിക്കും. അസുര സമ്രാട്ടിന്റെ വിവാഹത്തിനായി അസുര സാമ്രാജ്യം മുഴുവൻ ഒരുങ്ങിയിരിക്കണം. വേഗം പറയൂ ഗുരു, ആരാണ് ഞങ്ങളുടെ മഹാറാണി? അതറിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷത്തിന് അതിരുണ്ടാകയില്ല. അസുരരാജൻ കാലനേമിയുടെ സുന്ദരിയായ പുത്രി രാജകുമാരി വൃന്ദയുമൊത്ത് നിങ്ങളുടെ സമ്രാട്ടിന്റെ വിവാഹം നടക്കും. ഞാൻ അവർക്ക് പരമ സൗഭാഗ്യവും സുഖജീവിതവും ആശീർവദിക്കുന്നു. ദൈത്യഗുരു ശുക്രാചാര്യൻ വിജയിക്കട്ടെ! महाबली दैत्यराजन जलंधरन വിജയിക്കട്ടെ! राजकुमारी वृंद വിജയിക്കട്ടെ! രാജകുമാരി വൃന്ദ, ഏതോ മൃഗത്തിന്റെ ശബ്ദം കേൾക്കുന്നു. അയ്യോ, അത് പുലിയുടെ അലർച്ചയാണ്. കാമിനി, രാജകുമാരി വൃന്ദ കൂടെയുള്ളപ്പോൾ നിങ്ങൾ ഇരുവരും ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങൾ രണ്ടും ഇവിടെ നിന്നുകൊള്ളുക, ഞാൻ നോക്കിയിട്ട് വരാം. സുന്ദരി, ഈ പുഷ്പങ്ങൾ ദേവിക്ക് സമർപ്പിച്ച് അങ്ങയോട് പ്രേമാഭ്യർത്ഥന നടത്താൻ ഇച്ഛിക്കുന്നു. ദയവായി എന്റെ അഭ്യർത്ഥന സ്വീകരിച്ചാലും. ഒരിക്കലുമില്ല. ഞാൻ എന്തിന് ഒരപരിചിത പുരുഷനിൽ നിന്നും ഉപഹാരം സ്വീകരിക്കണം? താങ്കളെ ഞാൻ കണ്ടിട്ടില്ല, അറിയുകയുമില്ല. ഞാൻ പരപുരുഷന്റെ സമ്മാനം ഒരിക്കലും സ്വീകരിക്കുകയില്ല. പരപുരുഷൻ? അങ്ങ് രാജകുമാരിയാണ്, ഞാൻ വനദേവനും. ഞാൻ എല്ലാവിധത്തിലും ദേവിക്ക് യോഗ്യനാണ്. എന്നെ നിരാകരിക്കുന്നത് അങ്ങേക്ക് ഉചിതമല്ല. നോക്കൂ വനദേവ, വനാസുരനെ പോലെ സംസാരിക്കരുത്. എനിക്ക് സർവ്വവിധത്തിലും യോഗ്യനായ അസുരരാജൻ ജലന്ധരനുമൊത്ത് എന്റെ പിതാവ് കാലനേമിയും ഞങ്ങളുടെ ഗുരുദേവൻ ശുക്രാചാര്യനും എന്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹമാണ് എന്റെ സർവസ്വവും. അദ്ദേഹത്തെ അല്ലാതെ ഒരന്യ പുരുഷനെ കുറിച്ച് ചിന്തിക്കാൻ കൂടി എനിക്കാവില്ല. അന്യന്മാരെല്ലാം തന്നെ
എനിക്ക് പരപുരുഷന്മാർ തന്നെയാണ്. ഇല്ല സുന്ദരി, ഇല്ല, അങ്ങനെയല്ല. ഈ വനപ്രദേശത്തിൽ പ്രവേശിക്കുന്നതായ ഓരോ സുന്ദരിമാർക്കും വനദേവതയുടേതായി തീരേണ്ടതുണ്ട്. നിനക്കും അത് തന്നെ ചെയ്യേണ്ടി വരും. വേണമെങ്കിൽ എനിക്ക് ബലാത്കാരമായി പെരുമാറേണ്ടതായി വരും. പക്ഷേ നിന്നെപ്പോലെ സുന്ദരിയും കോമളാംഗിയുമായവളോട് ഞാൻ അത്തരം കഠിന പ്രവൃത്തി ഒരിക്കലും ചെയ്യുകയില്ല. സ്വന്തം സീമ ലംഘിക്കരുത് വനദേവ. തീർച്ചയായുമില്ല. എതിർത്തു പറയാതെ എന്റെ പ്രേമാഭ്യർത്ഥന സ്വീകരിക്കുക. നിന്റെ ഈ ഇച്ഛ നിനക്ക് സ്വപ്നത്തിൽ പോലും സാധ്യമല്ല വനദേവ. ശക്തി പരീക്ഷ നടത്തുവാനാണ് താങ്കൾക്ക് ഇച്ഛയെങ്കിൽ ബലപരീക്ഷണത്തിന് തയ്യാറെടുത്തുകൊള്ളൂ. കോമളകരത്തിൽ ഖഡ്ഗം, പക്ഷെ മനസ്സിൽ യുദ്ധത്തിനിച്ഛ ഇല്ല. മനസ്സിൽ യുദ്ധത്തിനായി ഇച്ഛ അല്പം പോലുമില്ല. പക്ഷേ സ്വന്തം രക്ഷയ്ക്കും സ്വാഭിമാനത്തിനും വേണ്ടി പ്രാണൻ പോലും പണയപ്പെടുത്തിയും ദുഷ്ടന്മാരെ എതിർക്കുവാൻ എനിക്ക് സാധിക്കും. രാജകുമാരി വൃന്ദ, എനിക്ക് നിന്റെ പരീക്ഷ സ്വീകാര്യമാണ്. കണ്ടില്ലേ, എനിക്കെന്റെ ജീവന്റെയും സ്വാഭിമാനത്തിന്റെയും രക്ഷ ചെയ്യാനാകുമെന്ന്. നീ എന്റെ പരീക്ഷയിൽ വിജയിച്ചു കഴിഞ്ഞു. ഞാൻ നിന്റെ ഭാവിപതി ജലന്ധരനാണ്. ഇദ്ദേഹം എന്റെ ഭാവി പതിയാണ്. എത്ര കോമളൻ, എത്ര നന്നായി സംസാരിക്കുന്നു. എന്തൊരു നല്ല കണ്ണുകൾ. ഈ കണ്ണുകളെ ഞാൻ ചുംബിക്കട്ടെ. ഞാൻ നിന്റെ ധൈര്യത്തിലും സാഹസത്തിലും പ്രസന്നനായി. ഞാൻ ഭാഗ്യവാനാണ്. നിന്നെപ്പോലൊരു വീരാംഗനയെ എനിക്ക് പത്നിയായി ലഭിച്ചുവല്ലോ. ഞാൻ ഉടൻ തന്നെ നിന്നെ വിവാഹം ചെയ്ത് രാജസിംഹാസനത്തിൽ വാഴിക്കും. മഹാബലി ജലന്ധരൻ വിജയിക്കട്ടെ. അസുര മഹാറാണി വൃന്ദ വിജയിക്കട്ടെ. അസുരരാജൻ മഹാബലി ജലന്ധരൻ വിജയിക്കട്ടെ. അസുര മഹാറാണി വൃന്ദ വിജയിക്കട്ടെ. അസുര മഹാരാജൻ 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 ജലന്ധരൻ വിജയിക്കട്ടെ. അസുര മഹാറാണി വൃന്ദ വിജയിക്കട്ടെ. പ്രിയ അസുരന്മാരെ, ഇന്നു മുതൽ മഹാബലി അസുരരാജൻ ജലന്ധരന്റെ തേജസ്സിനോടൊപ്പം അസുരകന്യക വൃന്ദയുടെ സൗഭാഗ്യവും ഒത്തുചേർന്നു. ഭാഗ്യത്തിന്റെ ഗതി ബലവത്തായി തീർന്നു. ഇനി ജലന്ധരന്റെ അപരിമിതമായ ശക്തിക്കെതിരെ ഒരു ശക്തിശാലിയായ മിത്രമോ ശത്രുവോ നിലനിൽക്കുകയില്ല. അസുരറാണി വൃന്ദ വിജയിക്കട്ടെ. അസുരരാജൻ ജലന്ധരൻ വിജയിക്കട്ടെ. ദൈത്യഗുരു ശുക്രാചാര്യൻ വിജയിക്കട്ടെ. ഇപ്പോൾ മഹാരാജനോട് നമുക്കൊരു അഭ്യർത്ഥനയുണ്ട്. അദ്ദേഹം വിശ്വവിജയത്തിനുള്ള തന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കണം. ഈ വിശ്വവിജയ യാത്രയിൽ ആദ്യമായി അസുരവംശത്തിന്റെ ശത്രുക്കൾ ദേവന്മാരെ ആകെ ആക്രമിച്ച് സ്വർഗത്തിൽ തന്റെ അധികാരം സ്ഥാപിക്കണം. ദൈത്യഗുരു ശുക്രാചാര്യൻ വിജയിക്കട്ടെ. മഹാബലി ജലന്ധരൻ വിജയിക്കട്ടെ. ദൈത്യഗുരു ശുക്രാചാര്യൻ വിജയിക്കട്ടെ. അതെ അസുരരാജ, ജൈത്രയാത്ര ആരംഭിക്കണം. താങ്കളുടെ സുരക്ഷയ്ക്കായി എന്റെ അസുരസേന കൂടെ ഉണ്ടാകും. എന്റെ ജാമാതാവ് സ്വർഗാധിപതിയായി കാണുവാൻ എന്റെ മനസ്സും കൊതിക്കുകയാണ്. പക്ഷെ അസുരരാജൻ കാലനേമി, നാം അസുരന്മാർ ഭീരുക്കളെ പോലെ സ്വർഗത്തിലുടനെ ആക്രമണം നടത്തില്ല. അങ്ങനെ ചെയ്ത് നാം നമ്മുടെ ശൗര്യവും പരാക്രമവും വെറുതെയാക്കുകയില്ല. പിന്നെന്താണ് ഉപായമുള്ളത് ഗുരുവര? നമ്മുടെ അഭിമാനം നിലനിർത്തുവാനായും നമ്മുടെ ഉദ്ദേശം പൂർത്തിയാക്കാനുമായി നാം ആദ്യം
ദേവരാജൻ ഇന്ദ്രന് സന്ദേശം അയക്കണം. അദ്ദേഹം സ്വമേധയാ സ്വർഗം അസുരന്മാർക്ക് അടിയറ വെച്ച് അസുരന്മാരുടെ ആധിപത്യം സ്വീകരിക്കണം. അവരങ്ങനെ ചെയ്താൽ നമുക്ക് ആക്രമിക്കേണ്ട ആവശ്യമുണ്ടാകയില്ല. പക്ഷേ ദേവരാജൻ ഇന്ദ്രൻ സ്വമേധയാ ആധിപത്യം സ്വീകരിക്കുമോ? അദ്ദേഹം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആക്രമിക്കണം. ഗുരുവരന്റെ അഭിപ്രായം ഉചിതം തന്നെ. നമുക്കാദ്യം ഇന്ദ്രന്റെ സമീപം നമ്മുടെ ദൂതനെ അയക്കണം. എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ സേനാപതി ദസ്മരരെ ദൂതനായി അയക്കണം.